എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതാ ഈ ഒരു കുപ്പി വെച്ചിട്ട് ഒരു കിട്ടിലെ നൈറ്റ് ഉണ്ടാക്കിയാലോ. ഇഷാൻ ഇതവിടെ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. വീടിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചുമ്മാ നടന്നപ്പോഴാണ് ഈ സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത്. ഇതാ നെയ്യിന്റെ ഒരു ബോട്ടിലാണ്. ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. ഇതിനായിട്ട് പിന്നെ വേണ്ടത് ചിരട്ടയാണ്. അപ്പൊ ചിരട്ട നോക്കിയപ്പോ ഇതാ കുന്നുപോലെ ചിരട്ടുണ്ട്. ഞാൻ അതിൽ നിന്നും രണ്ടെണ്ണം എടുത്തു. ഇനി ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിരട്ട എടുത്ത് അതിന്റെ പുറകുവശത്തുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നല്ല കുട്ടപ്പനായിട്ട് 2 ചിരട്ടയും ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇവന്മാരൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു ഉരലുണ്ടല്ലോ, അതിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വെച്ച് ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ പുറത്ത് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചപ്പോൾ ദാ ഇതുപോലെ കുനുകുന ആയി വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ അംഗം. ഇനി നമ്മുടെ ഈ ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളവും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ബോട്ടിലിന്റെ പുറകിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ ഇതാ ഇപ്പം നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. നമ്മളെ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അടിച്ച് ഫുള്ള് കവർ ചെയ്തെടുക്കുക. ഫുൾ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് കാണാത്ത രീതിയിൽ നല്ലതായിട്ട് കവർ ചെയ്തിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ ഇനി വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചിരട്ടയും പിന്നെ അതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫെവി ബോണ്ടാണ്. ഇതാവുമ്പം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ട് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ ഗം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഓരോ പീസസ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ അപ്പം നമ്മുടെ ബോട്ടിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിൽ ഹൈലൈറ്റർ അടിച്ചു കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചിരട്ടയുടെ മുകളിലെല്ലാം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ലുക്ക്. ഒരു കിടിലൻ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സൊക്കെ വെക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ മുകളിൽ വാണിഷൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുകൂടാതെ ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല കിടിലൻ ഫ്ലവേഴ്സായിട്ട് വെറും ബോട്ടിലും ചിരട്ടകളും യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.